നമസ്കാരം. ബി.ജെ.പിയുടെ അടുത്ത 5 വർഷത്തെ വികസന നയരേഖ പ്രഖ്യാപിക്കുന്നതിനും മേയറെ സ്വീകരിക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തലസ്ഥാനത്തേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ബി.ജെ.പിയുടെ ഈ മിന്നും വിജയം നിയമസഭയിൽ കൂടി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പി പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. എൻ.ഡി.എ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മണ്ഡലം തിരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ നിശ്ചയിച്ചുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് നീക്കുകയാണ്. ഇനി ഏതാനും മാസങ്ങൾക്കകം തന്നെ നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ബി.ജെ.പിയുടെ ഈ തിരക്കിട്ട നീക്കം. നേമത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ മറ്റു മണ്ഡലങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ കൂടിയുള്ള തിരക്കിലാണ് ഇപ്പോൾ ബി.ജെ.പി. വലിയ മുന്നൊരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ബി.ജെ.പി. നടത്തി വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ചില പരിചിത മുഖങ്ങൾ കൂടി നിയമസഭയിൽ നമുക്ക് കാണാനാകും എന്ന മറ്റൊരു വാർത്തയും വരുന്നു. വലിയ സന്തോഷത്തിലാണ് സത്യത്തിൽ ബി.ജെ.പിയുടെ ഈ മിന്നുന്ന വിജയത്തിൽ പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ള ജനങ്ങളെ എൻ്റെ നന്ദി അറിയിക്കുന്നു. യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും കൊണ്ട് സഹികെട്ടിരിക്കുന്നു. കേരളം മികച്ച ഭരണം കാഴ്ചവെക്കാനും ഏവർക്കുള്ള അവസരമാണ് ഇത്. വികസിത കേരളം എന്ന ഒരു നയത്തെ വളരെയധികം ആഹ്ലാദത്തോടു കൂടി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ JP നദ്ദയും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ബി.ജെ.പിയുടെ പല മേഖലകളിൽ നിന്നായിട്ട് ബി.ജെ.പി വിവിധ സാംസ്കാരിക മേഖലകളിൽ നിന്നായിട്ട് ബി.ജെ.പിക്ക് അഭിനന്ദന പ്രവാഹങ്ങൾ ഒഴുകി എത്തുകയാണ്. ഇത്തരത്തിലുള്ളൊരു മിന്നുന്ന വിജയം ബി.ജെ.പിയുടെ ഒരു മിന്നുന്ന വിജയം സത്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ തന്നെ വലിയ മാറ്റത്തിനാണ് ഇത് കളമൊരുക്കുന്നത് എന്നാണ് ഇതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തിരുവനന്തപുരം എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലസ്ഥാനമാണ്. കാരണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരം ജില്ലയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം, ഏറ്റവും വലിയ കണ്ടെയ്നറുകൾക്കും വളരെ അടുത്ത് കരയോട് ഏറ്റവും അടുത്ത് കൊണ്ടുവന്ന് അവരുടെ ചരക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ അന്തർദേശീയ ട്രേഡ് റൂട്ടുകളുമായിട്ട് കച്ചവട പാതയുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖം, അങ്ങനെ ഏറെ വിശേഷണങ്ങളുള്ള തുറമുഖ ജില്ലയായ തിരുവനന്തപുരത്തിൻ്റെ വിജയം സത്യത്തിൽ ബി.ജെ.പിക്ക് വലിയ സന്തോഷം ദേശീയ തലത്തിൽ തന്നെ നൽകുന്നു എന്നതിൻ്റെ തെളിവാണ്. അടുത്ത സമയങ്ങൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും എന്ന ഈ വാർത്ത വളരെ തിരക്കിട്ട കൂടിയാലോചനകളാണ് ബി.ജെ.പി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ചർച്ചയിലാണ് ബി.ജെ.പി. ഉടൻ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ ബി.ജെ.പി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങും. കഴിഞ്ഞ ഭരണസമിതി എടുത്ത പല നിലപാടുകളും തിരുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയുടെ ഒരു സമൂലമായ പുരോഗതി ബി.ജെ.പി ലക്ഷ്യം വെച്ചിരുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇൻഡോർ കോർപ്പറേഷൻ മാതൃകയിൽ ഇവിടുത്തെ മാലിന്യ സംസ്കരണം, അതേപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, ഇവിടുത്തെ ജില്ലയുടെ ഡിസൈനിങ്ങിൽ ഉണ്ടാകുന്ന കാര്യമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം തിരുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും ബി.ജെ.പി നടത്തുന്നത്. അതോടൊപ്പം തന്നെ തെരുവ് നായ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ബി.ജെ.പി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്ന്. അങ്ങനെ സമൂലമായ തിരുവനന്തപുരത്തിൻ്റെ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി അനസ്യൂതം വളരെ വളരെ തിരക്കിട്ട ചർച്ചകളിലാണ് അതുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിലും മേയറിനെ തീരുമാനിച്ച ശേഷം അത്തരം വികസന കാര്യങ്ങളിൽ കൂടി വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയിലാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സമഗ്രമായ മാറ്റങ്ങളായിരിക്കും ബി.ജെ.പിയിൽ ഉണ്ടാകുക. തീർച്ചയായിട്ടും ഒരു വലിയ പുരോഗതിക്ക് സംസ്ഥാനങ്ങൾ തന്നെ കളമൊരുങ്ങുന്നു എന്നതാണ് ബി.ജെ.പി. അത്തരത്തിലൊരു മാറ്റത്തിന് കൂടി, സംസ്ഥാനത്തിൻ്റെ ഒരു മൊത്തത്തിൽ ഉള്ള ഒരു വലിയ മാറ്റത്തിന് വേണ്ടി കൂടി ബി.ജെ.പി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.